ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫോണിൽ നമ്മൾ വാട്സ്ആപ്പ് ഉപയോഗിച്ചിട്ട് ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് നമ്മുടെ സാധാരണ കീബോർഡിന്റെ എന്റർ ബട്ടന്റെ മേലെയാണ് ആ ഒരു സെറ്റിംഗ്സ് വരുന്നത്. അത് നമുക്ക് എന്റർ ബട്ടണിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് പലപ്പോഴും പല സബ്സ്ക്രൈബേഴ്സും ചോദിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഇമോജീസിന്റെ കാര്യത്തിലാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഞാനത് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. പിന്നെ ഈ ഒരു ഓപ്ഷൻ അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലർക്കും അറിയാത്തവരുണ്ടാവും, അവർ കൂടി ഒന്ന് കണ്ടോട്ടെ. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നമുക്ക് വാട്സ്ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടത് അല്ലേ. വാട്സ്ആപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. പക്ഷെ അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ പ്ലേ സ്റ്റോറിൽ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. എല്ലാ ദിവസങ്ങളും വാട്സ്ആപ്പിൽ അപ്ഡേറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുറെ പ്രൊഫൈലുകൾ ഇവിടെ കാണിക്കും. ഞാൻ ഒറ്റ പ്രൊഫൈലിൽ ഞാൻ ഈ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇത് പലർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവർക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സാധാരണ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമോജീസ് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കില്ല. നമുക്ക് ചെറിയ വലിയ വലിയ ഫീലിംഗ്സ് വരെ നമുക്ക് ഈ ഒരു ചെറിയൊരു ഇമോജിയിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇമോജി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ താഴെ ഇമോജീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമോജികൾ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ ചെറിയൊരു ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇമോജി ഞാൻ അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ ഇമോജിന്റെ സൈസ് കണ്ടില്ലേ, നമുക്ക് ഇമോജിന്റെ സൈസ് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് സംഭവമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ താഴെ എന്റർ ബട്ടൺ കാണുന്നില്ലേ, ഈ എന്റർ ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ അയക്കുന്ന ഇമോജികൾ, ഈ ചെറിയ ഇമോജികളൊക്കെ നമുക്ക് വളരെ വലുതാക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഈ ഒരു എന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടോ സ്മൈലി കാണുന്നില്ലേ, ആ എന്റർ ബട്ടൺ തൊട്ട മേലെ സ്മൈലി ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്റർ ബട്ടൺ കുറച്ച് ലോങ് പ്രസ് ചെയ്താലാണ് അത് വരിക. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടില്ല വലിയ വലിയ ഇമോജീസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്, നിങ്ങൾക്ക് എന്താണ് ഒരു ഫീലിംഗ് ഇപ്പൊ വരുന്നത് അതൊന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമോജീസ് വരും. ഇപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഹാപ്പി എന്ന് പറഞ്ഞത് സന്തോഷമായിട്ടുള്ള ഒരു മൂഡാണ് ഇപ്പൊ നമുക്കുള്ളത്, നല്ല ഹാപ്പി ആണെന്നുള്ളതാണെങ്കിൽ ഹാപ്പി കൊടുത്തു കഴിഞ്ഞിട്ട് ആ എന്റർ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാം ഇതുപോലുള്ള ഹാപ്പി ആയിട്ടുള്ള കുറെ മോഡിലുള്ള നമുക്ക് ഇമോജീസ് വരുന്നുണ്ട്. പലരും കാണാത്ത ടൈപ്പ് ഇമോജീസ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് വലിയ വലിയ ഇമോജീസ് അയക്കുന്നത്. അപ്പൊ നമുക്കത് കണ്ടില്ലേ, വളരെ വലിയ ഇമോജിയാണ്. ജസ്റ്റ് നമുക്കത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് വലിയ ഇമോജി തന്നെ നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കും. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് വളരെയധികം മറ്റുള്ളവരെ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാണ് മറ്റൊരു കാര്യം കൂടി. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ടൈപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവിടെ നമുക്ക് ചെയ്യേണ്ടത് ആ 4 സ്ക്വയർ കാണുന്നില്ല, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്റർ ബട്ടന്റെ മേലെ ലോങ് പ്രസ് ചെയ്യണം. അത് മറന്നുപോയത്, ലോങ് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ സാഡ് ആണ്, നമുക്ക് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് സാഡ് ആണ്, വളരെ സങ്കടമായിട്ടുള്ള ഒരു മോഡാണെങ്കിൽ കണ്ടില്ലേ ഇഷ്ടം പോലെ ഇമോജികൾ, നമ്മൾ പലരും കാണാത്ത രീതിയിലുള്ള ഇമോജികളാണ് വരുന്നത്. കണ്ടില്ലേ, അടിപൊളി ഇമോജി അല്ലേ. ഇതേപോലെ നിങ്ങൾക്ക് വലിയ വലിയ ഇമോജീസ് ക്രിയേറ്റ് ചെയ്യാൻ ഈ എന്റർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, കമന്റ് അറിയിക്കാൻ